കരുനാഗപ്പള്ളി ലയൺസ് ക്ലബ്ബ് ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നു. വിവിധ സേവന പദ്ധതികളുടെ പ്രഖ്യാപനവും നടത്തി. നഗരസഭയുമായി ചേർന്ന് മാലിന്യ സംസ്കരണ പദ്ധതി ഉൾപ്പെടെ നടപ്പാക്കും. കരുനാഗപ്പള്ളി ലയൺസ് ക്ലബിന്റെ പുതിയ ഭാരവാഹികളാണ് ചുമതലയേറ്റത്. കരുനാഗപ്പള്ളി നഗരസഭാ ചെയർപേഴ്സൺ പി സോമരാജൻ സ്ഥാനാരോഹണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മറ്റേതൊരു സംഘടനയെക്കാളും വലുതായി സമൂഹത്തിന്റെ വേദനയും യാതനയും മനസ്സിലാക്കിക്കൊണ്ട് സംഘടനയെ പ്രവർത്തിപ്പിക്കണം, മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു അഡ്വൈസ് പുതിയ ഭാരവാഹികൾക്ക് ശ്രീ മുരുകൻ സാർ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തങ്ങൾ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ, ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയും ചെയ്തു. വളരെ സന്തോഷമുണ്ട്. വേസ്റ്റ് മാനേജ്മെന്റ് ഉൾപ്പെടെയുള്ള ദൈനംദിന പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു നഗരസഭയാണ് കരുനാഗപ്പള്ളി നഗരസഭ. എല്ലാവരും തന്നെ തങ്ങളുടെ വേസ്റ്റുകൾ പുറന്തള്ളുവാനും റോഡുകളിലും കുളങ്ങളിലും വെള്ളമൊഴുകിക്കൊണ്ട് ചാലുകളിലുമൊക്കെ ഉപേക്ഷിച്ചു പോകുന്ന ഈ കാലഘട്ടത്തിൽ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി തന്നെയാണ്. ഞങ്ങളും ആഗ്രഹിക്കുന്നത്, കരുനാഗപ്പള്ളി നഗരസഭയും ആഗ്രഹിക്കുന്നത് സമ്പൂർണമായിട്ടുള്ള ഒരു വേസ്റ്റ് മാനേജ്മെന്റ്, സമ്പൂർണമായി നടപ്പാതകൾ നടക്കുവാൻ വേണ്ടിയുള്ളവർക്കാണ്. റോഡുകൾ കയ്യേറിയും നടപ്പാതകൾ കയ്യേറിയും ഇന്ന് കാണിക്കുന്ന മനുഷ്യരുടെ ആക്രാന്തം ഒന്ന് അവസാനിപ്പിച്ച് നടന്നു പോകാനുള്ളവർക്കുള്ള നടപ്പാത, റോഡരികിലുള്ള നടപ്പാതകൾ അവർക്ക് വേണ്ടി തന്നെ വിട്ടുകൊടുക്കുവാൻ, അവർക്ക് തന്നെ വേണ്ടി സജ്ജീകരിക്കുവാനുള്ള ഒരു പുറപ്പാട് നഗരസഭ ആരംഭിച്ചിട്ടുണ്ട്. ഫാസ്റ്റ് ഇന്റർനാഷണൽ ഡയറക്ടർ ആർ മുരുകൻ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ നടപടികൾക്ക് നേതൃത്വം നൽകി. റീജിയണൽ ചെയർമാൻ പ്രഭാകരക്കുറുപ്പ്, സോൺ ചെയർമാൻ മധുസൂദനൻ, പുതിയ പ്രസിഡന്റ് പ്രൊഫസർ അരുൺകുമാർ ആർ മറുപടി പ്രസംഗം നടത്തി. വരും വർഷത്തെ വിവിധ സേവന പദ്ധതികൾ അദ്ദേഹം പ്രഖ്യാപിച്ചു. കരുനാഗപ്പള്ളി നഗരസഭയുമായി ചേർന്ന് നടപ്പാക്കുന്ന മാലിന്യ സംസ്കരണ പദ്ധതി, ഭവന പദ്ധതി, ചികിത്സാ സഹായം, വിവിധ മെഡിക്കൽ ക്യാമ്പുകൾ, വിശപ്പുരഹിത പദ്ധതി, മാനസികാരോഗ്യം കുറഞ്ഞവർക്കുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ ദത്തെടുക്കുന്നതിനുള്ള പദ്ധതി എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. പ്രൊഫസർ അരുൺകുമാർ ആർ പ്രസിഡന്റായും ശ്രീകുമാർ KS സെക്രട്ടറിയായും ഡോക്ടർ സാഗർ MK ട്രഷററായും ഡോക്ടർ TA സലീം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുമായുമുള്ള ഭരണസമിതിയാണ് ചുമതലയേറ്റത്. കഴിഞ്ഞ ഒരു 3 കൊല്ലമായിട്ട് ലോകത്ത് ഏറ്റവും അധികം ലയൺസ് മെമ്പർഷിപ്പ് ഉള്ള രാജ്യം ഇന്ത്യ. 1917 ഷിക്കാഗോ, അമേരിക്കയിലാണ് ലയൺസ് പ്രസ്ഥാനം ആരംഭിച്ചത്. നമുക്ക് മെൽവിൻ ജോൺസിന്റെ ഒരു പടം ഈ ഹാളിൽ വേണം. നമ്മുടെ ഫൗണ്ടർ എവിടെ? അപ്പുറത്തുണ്ടോ? സോറി, അപ്പുറത്തുണ്ട് അല്ലേ? സോറി. അപ്പൊ അദ്ദേഹമാണ് ഒരു സിമ്പിൾ മാൻ, ഒരു ഇൻഷുറൻസ് ഏജന്റ് ആയിരുന്നു. അദ്ദേഹമാണ് ഈ പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തത്. അദ്ദേഹം പോലും വിചാരിച്ചു കാണുന്നത് ഇത്രയും വലിയ ആകുമെന്ന്. 1956 ഇന്ത്യയിൽ വന്നത്. അപ്പൊ എത്ര വർഷം കഴിഞ്ഞിട്ടാണ് ഇന്ത്യയിൽ വന്നത്? പിന്നെ നമ്മുടെ മെമ്പർഷിപ്പൊക്കെ വളരെ താഴെയായിരുന്നു. പക്ഷെ കഴിഞ്ഞ 3 വർഷം, പ്രത്യേകിച്ച് നരേഷ് അഗർവാളിന്റെ സമയത്തും APCന്റെ സമയത്തും ഒത്തിരി മെമ്പർഷിപ്പും ക്ലബുകളൊക്കെ ഉണ്ടായി. അങ്ങനെ നമ്മൾ ഇപ്പോൾ ലോകത്തെ ടോപ്പ് മോസ്റ്റ് കൺട്രി ഇൻ മെമ്പർഷിപ്പ് ആൻഡ് നമ്പർ ഓഫ് ക്ലബ്സ്. കാരണം ഈ ഒരു സെക്കൻഡ് ടൈം ഒന്നുകൂടെ ഞങ്ങൾ അതേ ടീമിനെ തന്നെ ഞങ്ങൾ തരുമ്പോൾ ഞങ്ങളുടെ വിശ്വാസത്തെയാണ് അത് കാണിക്കുന്നത് എനിക്കറിയാം. തീർച്ചയായും ആ വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കാൻ വേണ്ട എല്ലാം ഞങ്ങൾ ചെയ്യും എന്നുള്ള ഉറപ്പാണ് ഞങ്ങൾ തരുന്നത്. അതോടൊപ്പം തന്നെ മുനിസിപ്പൽ ചെയർമാൻ പറഞ്ഞതുപോലെ കരുനാഗപ്പള്ളിക്ക് വേണ്ട കൊച്ചു കൊച്ചു സഹായങ്ങൾ തീർച്ചയായും നഗരസഭയ്ക്ക് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും എന്നുള്ള ഉറപ്പും കൂടി ഈ അവസരത്തിൽ നൽകുകയാണ്. ഞങ്ങളുടെ ഈ ഒരു ടീമിനെ, പ്രത്യേകിച്ച് ഞങ്ങളെ മാസ്റ്റർ ഓഫ് സെറമണിയൊക്കെ ഉള്ളത് എല്ലാവരും ഒന്നും പറയുന്നതാണ്, ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകുന്നത് അവരാണ്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.